ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറഞ്ഞ സമയത്തിലും കൂടുതൽ ലാഭത്തിലും മികച്ച ഗുണമേന്മയോടുകൂടി നിങ്ങളുടെ സ്വപ്ന വീട് നിർമ്മിക്കാം. വീടുകൾ നിർമ്മിച്ച് നൽകുന്നവരുടെ ഒരു പരസ്യവാചകമാണിത്. ദൃഢതയേറിയ വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന സിമന്റ്, കമ്പി, തടി, പെയിന്റ് തുടങ്ങി എല്ലാ വസ്തുക്കളുടെയും പരസ്യങ്ങൾ ഇന്ന് സാധാരണമാണ്. എല്ലാവരും അടിവരയിട്ട് പറയുന്നു തങ്ങളുടെ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ദീർഘകാലം നിലനിൽക്കുമെന്നും നല്ല ഉറപ്പ് ലഭിക്കുമെന്നുമൊക്കെ. എന്നാൽ വീട് പണിയുന്നതിനെക്കുറിച്ച് ക്രിസ്തു പറയുന്നു, ബുദ്ധിമാൻ പാറമേൽ ഭവനം പണിതു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. തന്റെ വാക്കുകേട്ട് അനുസരിക്കുന്ന ബുദ്ധിമാന്മാരെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നത്. പാറമേൽ വീട് പണിയുന്നവർ ബുദ്ധിമാന്മാരാണെന്നാണ് ക്രിസ്തുവിന്റെ പക്ഷം. നാം ഒക്കെ വീട് പണിയുമ്പോൾ ഈ ബുദ്ധി നല്ല രീതിയിൽ വിനിയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ല പ്ലാനിൽ, നല്ല അസംസ്കൃത വസ്തുക്കളെല്ലാം വാങ്ങി ഏറ്റവും മനോഹരമായി വീട് പണിയാനാണ് എല്ലാവർക്കും ആഗ്രഹം. കാരണം വീടിന്റെ ദൃഢത വളരെയേറെ പ്രധാനമായ ഒന്നാണ്. എത്ര വലിയ കൊടുങ്കാറ്റിലും പേമാരിയിലും ഭൂകമ്പത്തിനും തകർന്നു പോകാത്ത തരത്തിലുള്ള വീട് നിർമ്മിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ സ്വന്തം കുടുംബങ്ങളെ നിർമ്മിക്കുന്നതിൽ ഈ ശ്രദ്ധ പലരും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ചെറിയ കാറ്റിൽ പോലും ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് സാധാരണമായി മാറിയിരിക്കുന്നു. വീടിന്റെ ദൃഢതയെക്കുറിച്ച് ആകുലപ്പെടുന്നവർ കുടുംബത്തിന്റെ ദൃഢതയെ കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് അതിന് കാരണം. പാറമേൽ വീട് പണിയുന്നവർ ബുദ്ധിമാന്മാരാണെന്ന് ക്രിസ്തു പറയുമ്പോൾ ആ വീടിന് ബന്ധങ്ങളുടെ വിലയറിയുന്ന കുടുംബം എന്നൊരർത്ഥം കണ്ടെത്താൻ നമുക്ക് കഴിയണം. ബുദ്ധിയുള്ളവരാണെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ദൃഢത കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ. നല്ല കമ്പിയും സിമന്റും ഉപയോഗിച്ച് പണിയുന്ന വീടിൽ വീടിന്റെ ദൃഢതയിൽ എന്ത് കാര്യമാണുള്ളത്? ബന്ധങ്ങളെ പവിത്രമായി കാത്തുസൂക്ഷിക്കുന്നവർ ചെറു കുടിലിൽ ആണ് താമസമെങ്കിലും ആ ഭവനത്തിന് ദൃഢതയുണ്ടാകും. ഒരു പ്രതിസന്ധിയിലും തകർന്ന അത്ര കാഠിന്യം അവിടെ നമുക്ക് കണ്ടെത്താനാകും. വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ പണിയുന്നതിലെല്ലാം ഉള്ള ഭവനങ്ങളിൽ ഉറപ്പുള്ള പരസ്പര ബന്ധങ്ങളോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പവിത്ര ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഭവനങ്ങൾ പണിയുവാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്വാസത്തിൻ പൂർണ്ണത യേശു